അങ്ങനെ ചെന്നൈ റീച്ച് ആയതിനു ശേഷം നമ്മൾ നേരെ പോയി റൂം ചെക്കിനാണ് ചെയ്തത്. അപ്പോൾ അടുത്ത് തന്നെ എല്ലാ കടകളും ഉണ്ട്. തൊട്ട് താഴെ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ ഫുഡെല്ലാം വാങ്ങിച്ചു വെച്ചു. 2 മണിക്കാണ് മണ്ഡപത്തിൽ ബ്രൈഡിനെ ഒരുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേ സമയം ഉണ്ടായിരുന്നു. നമ്മൾ ചുമ്മാ ചെന്ന് അവിടെയൊക്കെ കറങ്ങിയിട്ട് വന്നപ്പോൾ തന്നെ 12 മണിയായി. അപ്പം നമ്മൾ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് റൂമിൽ ഇരുന്നാണ് കഴിച്ചത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ മണ്ഡപത്തിലോട്ടാണ് പോയ ബ്രൈഡിനെ ഒരുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൈഡ്. ചേച്ചിയുടെ പേര് മെഹത്ത മോനിഷ എന്നാണ്. എൻഗേജ്മെന്റ് നോക്കി, പക്ഷെ നമുക്ക് ആ സമയത്ത് വേറെ വർക്കുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അപ്പം തന്നെ കല്യാണത്തിന് റിസപ്ഷന് ചേച്ചി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഫാമിലിക്ക് റിലേറ്റീവ്സിനൊക്കെ മേക്കപ്പ് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ ഒരുപാട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി ചേച്ചിയുടെ അച്ഛന് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു വർക്കിൽ. ഗ്രൂം മേക്കപ്പും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു മണ്ഡപം. പിന്നെ ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ ഒരുപാട് ചാറ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് അടുത്തുള്ള ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോയി. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, നല്ലതായിരുന്നു. അവിടെ കുറച്ചു നേരം കറങ്ങിയിട്ട് ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് നേരെ റൂമിലോട്ടാണ് വന്നത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ചത്ത് കിടന്നുറങ്ങി.